പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാന്യാസം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ശിലാന്യാസം നിർവഹിച്ചു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാന്യാസം നടന്നു. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ ശിലാന്യാസം നിർവഹിച്ചു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികവും ആത്മീയമായ വളർച്ചയിൽ ഒരു നാഴികക്കല്ലാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പൺ എയർ സ്റ്റേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ക്ഷേത്രഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റേജ് അവിടെ നിന്നും മാറ്റി ഈ പ്രദേശത്ത് ഇപ്പോൾ പണിയുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ക്ഷേത്രഭൂമിയുടെ ആകെ തന്നെയുള്ള ഒരു രൂപഭംഗിക്കും അതിൻ്റെ സൗകര്യങ്ങൾക്കും അതിന് വളരെയധികം വർധനവുണ്ടാകുകയാണ്. അതോടുകൂടി വലിയ വിവാഹമടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സ്റ്റേജ് ക്ഷേത്രപരിധിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ സ്റ്റേജിലേക്ക് ഈ വിവാഹമടക്കമുള്ള പരിപാടികൾ നടത്താൻ കഴിയും. ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ ഏത് വലിയ കലാപരിപാടികളായാലും ഇപ്പോൾ നടക്കുന്ന അസൗകര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 3000-ഓ 4000-ഓ ആൾക്കാർ എത്തിയാൽ പോലും അവരെ മുഴുവൻ ഉൾക്കൊള്ളാൻ തരത്തിലുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ സ്റ്റേജ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർമ്മിച്ച് നൽകുന്നത് ഈ ക്ഷേത്രവുമായി ഏറ്റവും അടുപ്പമുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ ഭക്തനായ ശ്രീ സുനിൽ പറപ്പള്ളിയാണ്. പറപ്പള്ളി കുടുംബാംഗമായ സുനിൽ അകാലത്തിൽ തന്നെ നമ്മയൊക്കെ വിട്ടുപോയ തൻ്റെ മാതാവ് പറപ്പള്ളിൽ സരളക്കുഞ്ഞമ്മയുടെ നാമധേയത്തിലാണ് ഈ സ്റ്റേജ് ഇവിടെ നിർമ്മിച്ച് നൽകുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉത്തമ ഭക്തിയായിരുന്ന ശ്രീമതി സരളക്കുഞ്ഞമ്മയുടെ പേര് അനശ്വരമായി എന്നും നിലനിൽക്കുവാൻ ഈ ക്ഷേത്രഭൂമി തന്നെയാണ്, ശ്രീധർമ്മശാസ്താവിൻ്റെ സന്നിധി തന്നെയാണ് ഉചിതം എന്ന് കണ്ടുകൊണ്ടാണ് ശ്രീ സുനിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ പൂർത്തിയാക്കി തരുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ അതിൻ്റെ ബാക്കിയുള്ള മേൽക്കൂര നിർമ്മിച്ച് നൽകുന്നതിനും അടക്കമുള്ള ഒട്ടേറെ ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇത് പൂർണ്ണമായി വഴിപാടായി സമർപ്പിക്കപ്പെടുന്ന സ്റ്റേജ് നിർമ്മാണത്തോടുകൂടി ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വളരെയധികം നാന്ദി കുറിക്കുന്നു. മഹാശനീശ്വര പൂജ ഉൾപ്പെടെയുള്ള വലിയ ചടങ്ങുകൾ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഈ ഓപ്പൺ എയർ സ്റ്റേഡിയം വരുന്നതോടുകൂടി വികസനത്തിൻ്റെ ഭൗതികമായ ആത്മീയമായ വളർച്ചയുടെ ഒരു വലിയ വഴിത്തിരിവായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനാമടം, ട്രഷറർ കെ ജയചന്ദ്രൻ പിള്ള, കെ ബാബു, ആർ രാമകൃഷ്ണക്കുറുപ്പ്, അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ, മനോജ് പട്ടോളി, എസ് ഗോപകുമാർ, സുജിത് കണ്ണൻ നായർ, ഹരി അരുണോദയം, കെ രാജൻപിള്ള, സുനിൽ പറപ്പള്ളിൽ, മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കഴിഞ്ഞ 50 വർഷമായി നിലനിൽക്കുന്ന സ്റ്റേജാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് അപര്യാപ്തമുള്ള സ്റ്റേജാണ്. അന്ന് പണിഞ്ഞ സമയത്ത് ഏറ്റവും വലിയ സ്റ്റേജായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഉത്സവത്തിന് തന്നെ നമ്മൾ അഡീഷണലായിട്ട് സ്റ്റേജ് ഇടുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിധിക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്റ്റേജ് പണിയണമെന്ന്. അതിൻ്റെ കരടിൽ കർമ്മമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ ദേവൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്കും അതേപോലെ ചൈതന്യവർദ്ധനം വേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് നമ്മളിപ്പം കുങ്കുമാഭിഷേകം ദേവിക്ക്, ബാലഭദ്ര ദേവിക്ക് ഈ മീനഭരണി നാൾ മുതൽ കുങ്കുമാഭിഷേകം ആരംഭിക്കുകയാണ്. ജനങ്ങളെ, എല്ലാ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുങ്കുമാഭിഷേകം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ രാമപുരം ക്ഷേത്രത്തിലെ ആനക്കൊട്ടുകളുടെ തലക്കല്ലിൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അവിടെയും പണി പുരോഗമിക്കുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ തറ നിർമ്മിച്ചു നൽകുന്നത് സുനിൽ പാറപ്പള്ളി എന്ന ഭക്തനാണ്. തന്റെ മാതാവ് പാറപ്പള്ളിൽ സരളക്കുഞ്ഞമ്മയുടെ സ്മരണാർത്ഥമാണ് സുനിൽ സമർപ്പണം നടത്തുന്നത്. CDNet ന്യൂസ്, കായംകുളം.